ഹലോ വാട്സപ്പ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഗെയിമിനകത്ത് പുതിയ ഗോൾഡൻ ക്രിമിനൽ ബണ്ടിലിൻ്റെ റിംഗ് ഇവൻറ്റ് വന്നിട്ടുണ്ട്. 4 മണിക്ക് ഈ ഒരു റിംഗ് ഇവൻറ്റ് ഗെയിമിനകത്ത് വരുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ഇവൻറ്റ് ഗെയിമിനകത്ത് വന്നപ്പോൾ ഏകദേശം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ 4 മണിയുടെ കാത്തിരും നമ്മൾ ഈ ഒരു ഇവൻറ്റ് വന്നപ്പോൾ തന്നെ കയറി സ്പിൻ ചെയ്തു. അപ്പോൾ സ്പിൻ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നേരത്തെ നമ്മൾ 10+1 സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രാമത്തെ നമ്പർ കിട്ടിയെന്ന് കാത്തിരുന്ന് കാണുക. നമ്മൾ ഒന്നാമത്തെ നമ്പർ കിട്ടുമെന്ന് വിചാരിച്ചാണ് സ്പിൻ ചെയ്തത്, പക്ഷേ നമുക്കത് കിട്ടിയില്ല. ഓക്കെ, എന്തായാലും നമുക്കിവിടെ കണ്ടറിയാം ഏത് നമ്പർ കിട്ടുമെന്ന്, ഏത് നമ്പർ കിട്ടിയെന്ന് നോക്കി. നമ്മൾ വീഡിയോ എടുത്തിട്ടാണ് വോയിസ് ഓവർ ആഡ് ചെയ്യുന്നത്. അപ്പോഴത്തെ ഒരു ധൃതിയിൽ നമ്മൾ പെട്ടെന്ന് സ്പിൻ ചെയ്തു. അങ്ങനെ സ്പിൻ ചെയ്തിരുന്നപ്പോൾ ഏകദേശം 3000 ഡയമണ്ട് സ്പെൻഡ് ആയപ്പോൾ നമുക്ക് ആ ഒരു ബണ്ടിൽ കിട്ടി. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 153ാമത്തെ നമ്പറാണ്. അങ്ങനെ കുറേ ഡയമണ്ട് സ്പെൻഡ് ആവുമെന്ന് വിചാരിച്ചാണ് പെട്ടെന്ന് സ്പിൻ ചെയ്തത്. പക്ഷേ നമുക്ക് ഏകദേശം 3000 ഡയമണ്ട് സംതിങ് സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു പുതിയ ടോപ്പ് ക്രിമിനൽ ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽ നമുക്കങ്ങനെ കിട്ടിയിരിക്കുവാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു കോഡെന്ന് പറഞ്ഞാൽ 153ാമത്തെ കോഡാണ്. അപ്പോൾ ആരൊക്കെ സ്പിൻ ചെയ്തു, നിങ്ങൾക്ക് ഏത് കോഡാണ് കിട്ടിയത് എന്നായിരുന്നു കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പോയിട്ട് കുറച്ചുകൂടെ സ്പിൻ ചെയ്ത് ബാക്കി ബണ്ടിൽസൊക്കെ ഇടുക. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് കുറച്ച് സമാധാനമായത്. പെട്ടെന്ന് തന്നെ സ്പിൻ ചെയ്ത് 1ാം നമ്പർ കോഡ് കിട്ടണമെന്ന് വിചാരിച്ചാണ് നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ സ്പിൻ ചെയ്തത്. എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്നത് 153ാമത്തെ കോഡാണ്. എന്തായാലും കുഴപ്പമില്ല, ഇനി കുറച്ച് ശാന്തമായിട്ട് നമുക്ക് പയ്യെ കാര്യം പറയാം. അപ്പോൾ ഈ ഒരു റിംഗ് ഇവൻറ്റിനകത്ത് നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചില്ല, ഏകദേശം 2000 ഡയമണ്ടാണ് ഞാൻ പൊട്ടിച്ചത്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽ കിട്ടിയത്. ഓക്കെ, 250 സ്പിൻ ചെയ്യേണ്ടി വന്നില്ല. അതിന് മുമ്പേ തന്നെ ഭാഗ്യത്തിന് എനിക്ക് കിട്ടി. പക്ഷേ എന്തായാലും നമ്മൾ ഡയമണ്ട് പൊട്ടിക്കുന്നുണ്ട് ബാക്കി ബണ്ടിൽസ് കൂടെ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ റിംഗ് ഇവൻറ്റിനകത്ത് എക്സ്ചേഞ്ച് സ്റ്റോറിനകത്ത് ആകെ 3 ക്രിമിനൽ ബണ്ടിൽസേ വന്നിട്ടുള്ളൂ. 500 ടോക്കൺ കൊടുത്താൽ പർപ്പിൾ ക്രിമിനൽ കിട്ടും, 450 ടോക്കൺ കൊടുത്താൽ ബ്ലൂ ക്രിമിനൽ കിട്ടും, 400 ടോക്കൺ കൊടുത്താൽ യെല്ലോ ക്രിമിനൽ കിട്ടും. പിന്നെ ഇവിടെ ഗോൾഡൻ ക്രിമിനലിൻ്റെ അടിപൊളിയായിട്ടുള്ള അവതാരം ബാനറും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുമ്പ് നമ്മുടെ ഗെയിമിനകത്ത് വന്നിട്ടുള്ള ക്രിമിനൽ തീം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റിവാർഡ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്ചേഞ്ച് സ്റ്റോറിനകത്തുള്ളത്. പിന്നെ മെയിൻ ടോപ്പിക്കിനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു റിംഗ് ഇവൻറ്റിനകത്ത് റിപ്പീറ്റായിട്ട് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ബണ്ടിൽ കിട്ടുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ 250 സ്പിൻ ചെയ്താൽ കൺഫേം ആയിട്ട് ഇവിടെ ഒരു റിവാർഡ് കിട്ടും. ഓക്കെ, നിങ്ങളപ്പോൾ 250 സ്പിൻ ചെയ്തു, നിങ്ങൾക്ക് ഗോസ്റ്റ് ക്രിമിനൽ കിട്ടിയെന്ന് വെച്ചോ. വീണ്ടും നിങ്ങൾ 250 സ്പിൻ ചെയ്യുമ്പോൾ ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽ കിട്ടുമെന്ന് വിചാരിക്കുവാണെങ്കിൽ അങ്ങനെ കിട്ടില്ല. വേണമെങ്കിൽ ഗോസ്റ്റ് ക്രിമിനൽ തന്നെ 2 or 3 വട്ടം റിപ്പീറ്റ് കിട്ടാം. ഓക്കെ, ഭാഗ്യമുള്ളവർക്ക് 2 വട്ടം 2 ബണ്ടിൽ കിട്ടും, അല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽ കിട്ടും. പക്ഷേ ഈ ഒരു റിംഗ് ഇവൻറ്റിനകത്ത് റിപ്പീറ്റായിട്ട് ഉറപ്പായിട്ടും കിട്ടും. ബാക്കിയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയൂടെ കുറച്ചുകൂടെ ഒന്ന് സ്പിൻ ചെയ്യാം. 10+1 സ്പിൻ ചെയ്തു, 24 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. നമ്മളെന്തായാലും കുറച്ച് സ്പിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഗോസ്റ്റ് ക്രിമിനലിലൂടെ എടുക്കാൻ പറ്റിയാൽ കൊള്ളാം. ഓക്കെ, വീണ്ടും ഒരു 10+1 സ്പിൻ ചെയ്തു, വീണ്ടും ഒരു 10+1 സ്പിൻ ചെയ്തിട്ടുണ്ട്. 36 ടോക്കൺസ് കിട്ടി. ഓക്കെ, നല്ല രീതിയിൽ ടോക്കൺസ് കിട്ടുന്നുണ്ട്. വീണ്ടും ഒരു 10+1 സ്പിൻ ചെയ്തു, 24 ടോക്കൺ കിട്ടി. വീണ്ടും ഒരു 10+1 സ്പിൻ ചെയ്തിട്ടുണ്ട്, 25 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഒരു 10+1 സ്പിൻ ചെയ്തു, വീണ്ടും ഇവിടെ സ്പിൻ ചെയ്തിരിക്കുവാണ്. വീണ്ടും സ്പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഒരു 10+1 സ്പിൻ ചെയ്തിരിക്കുവാണ്, 22 ടോക്കൺസ് കിട്ടി. വീണ്ടും ഒരു 10+1 സ്പിൻ ചെയ്തു, 18 ടോക്കൺ കിട്ടി. വീണ്ടും സ്പിൻ ചെയ്തു, 24 ടോക്കൺ. വീണ്ടും സ്പിൻ ചെയ്തു. ഓക്കെ, അത്യാവശ്യം നല്ല ഡയമണ്ട് പൊട്ടുന്നുണ്ട്. മിക്കവാറും കറക്റ്റ് 250 സ്പിൻ ആയാലും ഇനി കിട്ടൂ. അതിന് മുമ്പേ കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒന്നും പറയില്ല, കുറേ ഡയമണ്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡയമണ്ട് ഉള്ളവർ മാത്രം സ്പിൻ ചെയ്യാനായിട്ട് ഇരിക്കുക. എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഒരു വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് വോയിസ് ഓവർ ആഡ് ആക്കാനായിട്ട് പോയ സമയത്ത് പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരാൾക്ക് 12000 ഡയമണ്ട് സ്പെൻഡ് ചെയ്തപ്പോഴാണ് ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽ കിട്ടിയത്. എന്ന് വെച്ചാൽ പുള്ളിക്ക് 2 വട്ടം ഈ ഒരു ഗോസ്റ്റ് ക്രിമിനൽ കിട്ടി, എന്നിട്ട് 3ാമത്തെ വട്ടമാണ് ഈ ഒരു ഗോൾഡൻ ക്രിമിനൽ കിട്ടിയത്. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, ഡയമണ്ട് ഉണ്ടെങ്കിൽ മാത്രം സ്പിൻ ചെയ്യാൻ നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും 250 സ്പിൻ ആയിട്ടുണ്ട്. ഓക്കെ, ഒന്നും പറയില്ല, ആ ഒരു ഗോസ്റ്റ് ക്രിമിനൽ വിചാരിച്ചു, അത് തന്നെ കിട്ടി. എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. പുതിയ ക്രിമിനൽ ബണ്ടിലും കിട്ടി, ഗോസ്റ്റ് ക്രിമിനലും കിട്ടി. പിന്നെ മിച്ചം ടോക്കൺസ് നോക്കുവാണെങ്കിൽ എനിക്കിവിടെ നിന്ന് 2 ബണ്ടിൽ എടുക്കാൻ പറ്റും. കുറച്ചുകൂടെ ഡയമണ്ട് ഞാൻ സ്പിൻ ചെയ്യുവാണെങ്കിൽ. തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് റെഡീം ചെയ്യുന്നില്ല ഒന്നും. ഓക്കെ, പിന്നെ ഒരിക്കൽ റെഡീം ചെയ്യാം, നോക്കിയിട്ട് റെഡീം ചെയ്യാം. ഈ ഒരു 3 ക്രിമിനലിൽ പർപ്പിൾ, യെല്ലോ, ബ്ലൂ. അപ്പോൾ ഗൈസ്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു 3 ക്രിമിനൽ ബണ്ടിൽ ഏത് ബണ്ടിൽ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. ഓക്കെ, നമുക്കെന്തായാലും മെയിനായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്, വേറൊന്നും പറയാനായിട്ടില്ല. ഈ ഒരു ബണ്ടിൽ നൈസായിട്ടുണ്ട്. ബാക്കി എല്ലാ ക്രിമിനൽ ബണ്ടിലിനെയും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഗോസ്റ്റ് ക്രിമിനലിനെക്കാളും കിടിലാണ് നമ്മുടെ ഈ ഒരു ഗോൾഡൻ ക്രിമിനൽ. ഓക്കെ, നമുക്കൊന്ന് സ്കോഡായിട്ട് ഇട്ട് നോക്കാം, അതിൽ ഇൻവൈറ്റ് ചെയ്ത് നോക്കാം നമുക്ക്.
ഓക്കെ, ആരും ഇല്ലെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഷെയർ ചെയ്യാം ബണ്ടിൽ. ഓക്കെ, ആൾറെഡി എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽ വിട്ട് ആ ഒരു ഇമോട്ടൊക്കെ, ആ ഒരു അറൈവൽ അനിമേഷനൊക്കെ ആയിട്ട് വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, മൊത്തത്തിൽ ഒരു സ്വർണ്ണമഴ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇത്ര തന്നെയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഡയമണ്ട് ടോപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്ര തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. പീസ് ഔട്ട്.